ഇന്ന് രാവിലെ എന്റെ ചേച്ചി എനിക്കൊരു അതുണ്ട് അതിന്റെ ഫോൺ ഇവിടെ കാണിച്ചു കൊടുക്കാം. ഡിലീറ്റ് ചെയ്താ ഡിലീറ്റ് ചെയ്താ ഡിലീറ്റ് ചെയ്താ അല്ല സ്ക്രീൻഷോട്ട് ഉണ്ട് എന്റെ. ഒരാള് എന്റെയും പൂവന്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗം ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും അതിന് താഴെ ഞങ്ങളെ പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എന്റെയും വേറൊരാളുടെ പിക്ക് എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാൻ പൂവന്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തികളാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയ എന്താ ഒരു പെൺകുട്ടിയെ വെച്ച് ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയം കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തികളാണ് കാണിക്കുന്നത് മനസ്സിലായി. എന്റെ ജീവിതത്തിൽ മാത്രമല്ല ശരിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അനുമോളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പം അനുമോൾക്ക് ഇങ്ങനെ ഒരു പയ്യനെ കിട്ടി, അതായത് അനുമോളെ ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്ന പയ്യൻ നല്ല സുന്ദരനായിട്ടുള്ള ഒരു പയ്യനല്ലേ. അപ്പൊ ആ ഒരു പയ്യനെ കിട്ടിയപ്പോഴത്തേന് പലർക്കും ഉണ്ടാവും അസൂയ ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ കിടുന്നതായിരിക്കും. പക്ഷെ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. എന്തുവായാലും ഇവർ നല്ലതുപോലെ ജീവിക്കട്ടെ. ആവശ്യമില്ലാതെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇടുന്നത് എന്തിനാണ്? അവര് പറയുന്നത് കേൾക്കണേ. വേറെ ഉണ്ടേ എന്ത് വൃത്തികളാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയ എന്താ ഒരു പെൺകുട്ടിയെ വെച്ച് ഒരു ആൺകുട്ടി കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയം കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തികളാണ് കാണിക്കുന്നത് മനസ്സിലായി. എന്റെ ജീവിതത്തിൽ മാത്രമല്ല നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. ഒരിക്കലും ഞാൻ ഒരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം നടന്നു വിചാരിച്ചിട്ട് ഞാൻ പോയി കമന്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനം ഉണ്ട് എന്നുള്ള ഇതാണ്. പിന്നെ 2 ഇന്നിപ്പോ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറെ കമന്റ്സുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ എന്നാ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കള, അങ്ങനെ കുറെ കമന്റ്സിൽ ഞാൻ കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കേറിയില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പൊ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ അവരുടെ കുടുംബത്തിലെ സന്തോഷമോ അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത ഒരു ജീവിതമോ മറ്റൊരാൾക്ക് കിട്ടി കാണുമ്പോഴത്തേനുള്ള ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇടുന്നത്. ഒരുപാട് പേരുണ്ട്. ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കമന്റ്സുകൾ വരുന്നത്. ഇപ്പൊ തന്നെ അനു പറയുന്നത് കേട്ടില്ലേ, തമിഴനായതുകൊണ്ട് പൈസ അടിച്ചുകൊണ്ട് പോകും, എത്ര നാളാണോ എന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞ് പുതുമോടിയായിട്ടിരിക്കുന്ന അവർക്കടെ അടുത്ത് ഇതണക്കുള്ള കമന്റ്സ് ഒക്കെ അയക്കുമ്പോൾ ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അവർക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. ശരിയല്ല. എല്ലാവരും ഒരു ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്തോളൂ. നന്നായി.